അടി തുടങ്ങി. ഇതേത് സുന്ദരിയാണാവോ? ഹലോ ഹലോ ഹലോ, സോറി മോളെ, ഇത് റെന്റേ കാറല്ല, റെന്റേ സൈക്കിൾ കടയാണ്. ഇവിടെ കാറുകൾ വാടകയ്ക്ക് കിട്ടില്ല. പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേർഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂ. ആട്ടെ, എന്താ മോളുടെ പേര്? മോളി. ഓ, സ്വീറ്റ് നെയിം. ആട്ടെ, മോൾക്ക് എത്ര പ്രായം വരും? 50 വയസ്സോ? സോറി ആന്റി, ആന്റിയുടെ പ്രായക്കാർക്കുള്ള സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും. അവിടെ പോയി തിരക്കിയാൽ മതി. എന്ത് കയ്യൊഴിയിരുന്നോ? ആന്റി ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലവരും ഉണ്ടോ? എങ്കിൽ പഠിപ്പിക്കാം. കുഞ്ഞു സൈക്കിളല്ലേ? അതെ, ഞാൻ തന്നെയാണ് മുതലാളി, സുബ്രൻ മുതലാളി. എടോ കൊച്ചു മുതലാളി. പിന്നെ വിളിക്കാം, റേഞ്ച് ഇല്ല. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനോ? കുരിയപ്പങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നോടല്ല, ഈ ഫോണിലൂടെ പറയണതൊക്കെ ഞാൻ കേട്ടു. ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതേ വാടകയ്ക്ക് കൊടുക്കാനാ. അതാര് ചോദിച്ചാലും കൊടുക്കണം. പെങ്ങളെ, ഇപ്പൊ വിളിച്ചത് 50 വയസ്സായ ഒരു തള്ളയാ. ഈ സൈക്കിളെ കൂടെ വെച്ചിരിക്കുന്നതേ പെങ്ങളെ പോലെ സുന്ദരികളായ തരുണി മണികൾക്ക് ചവിട്ടാനാ, അല്ലാതെ മൂത്ത് നിറച്ചൊരുമാതിരി എരണം കെട്ട തള്ളമാർക്ക് ചവിട്ടാനുള്ളതല്ല. എന്താ പെങ്ങളെ? ഇവിടെ അന്തസ്സായിട്ട് സൈക്കിൾ കട നടത്തിക്കൊണ്ട് പോന്നവളാ ഞാൻ. ഇവിടെ ഉണ്ടായിരുന്ന 10 സൈക്കിളുകൾ ബാക്കി വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാനേ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം മെമ്പറാ. പല വമ്പന്മാരെ എന്നെ വളയ്ക്കാൻ അല്ല ഇറക്കാൻ നോക്കിയിട്ടുള്ളതാ, നടന്നിട്ടില്ല. പിന്നെ ആണോടാ നീ? നിനക്ക് എന്റെ പേര് നന്നായിട്ട് അറിയാമല്ലോ. അത്ര നന്നായിട്ട് അറിയില്ല, എങ്കിലും അറിയാം. കുരുവിപ്പെങ്ങൾ അല്ല, കുരുവി ഭാരതി. ഭാരതി കുരുവിയായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ഞാനൊരു കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. സ്വതന്ത്ര. എന്റെ ചിഹ്നം കുരുവിയാ, കുരുവി. നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. പെങ്ങൾ ഇമോഷൻ ആവാതെ ഈ തണുത്ത വെള്ളം കുടിക്ക്. നിനക്ക് ചൂടുള്ളത് ഞാൻ പിന്നെ തരാം. ഒരു ദുരന്തം ഒഴിവാക്കി. നിനക്ക് കൊച്ചുപിള്ളേരോട് സൈക്കിളിന്റെ കാശ് ചോദിക്കാൻ വലിയ മടിയല്ലേ? അതെ പെങ്ങളെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ മുഴുവൻ സൈക്കിളുകളും അതിന്റെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. മനസ്സിലായോടാ കഴുതേ? ഹലോ, മഞ്ജു, നീയായിരുന്നോ? ഞാൻ കളക്ടർ കാണാം. അതെ, മന്ത്രി വിവരം അറിയിച്ചിട്ടുണ്ട്. നീ ഒന്നും ഉണ്ട് പേടിക്കണ്ട. പിന്നെ മോന്റെ അസുഖമൊക്കെ മാറിയോ? മണൽ വാരൽ പ്രശ്നം ഇതുവരെ തീർന്നില്ല. എന്താ? ആയിക്കോട്ടെ. നമ്മുടെ വണ്ടി. ശരിയാ, നമ്മുടെ സൈക്കിളാ. എന്തൊരു സ്പീഡല്ലേ പെങ്ങളെ? പോയി പിടിക്കടാ. അത് അവക്ക് ഇഷ്ടമാവോ? പീഡനത്തിൽ സൈക്കിളിൽ തന്നെ ഫോളോ ചെയ്താ പീഡനമാവോ? അവന്റെ ഒരു പീഡനം. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ പീഡിപ്പിക്കും. പിടിച്ചോണ്ട് ചെല്ലാൻ. ഞാൻ അടുക്കുന്തോറും നീ അകലുകയാണല്ലേ? ഇത് ഞാനാണ് നിന്റെ സുബ്രു. 8 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് തരൂ. എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ കുരുവി ഭാരതിയെക്കൊണ്ട് 1 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയിട്ട് കൊടുക്കൂ. നീ എന്തിനാണ് എന്നെ ഇതിന്റെ ഇടയിലിട്ട് ഞെരിക്കുന്നത്? താങ്ക് യു സാർ. ഓവർടേക്കുമ്പോ സൂക്ഷിക്കണോ? അത് ശരി. നീ പൂവാലനാണോടാ? അയ്യോ, ഞാൻ സുബ്രനാണ് സാറേ. ഏത് സുബ്രൻ? കുരുവി സുബ്രൻ. കുരുവി സുബ്രനോ? നീ എന്തിനാ പെങ്കൊച്ചിന്റെ പുറകെ വെച്ച് പിടിച്ചത്? വച്ചു പിടിച്ചതോ? അവൾ അടിച്ചോണ്ട് പോയാ പിന്നെ വെച്ച് പിടിക്കാതെ? എന്തടിച്ചോണ്ട് പോയി? അവൾ എന്റെ സൈക്കിൾ അടിച്ചോണ്ട് പോയി സാറേ. അപ്പൊ വെച്ച് പിടിച്ചതോ? അത് പിന്നെ ഞാൻ പുറകെ വെച്ച് പിടിച്ച്. അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയതല്ലേ അങ്ങ് പോയത്. അപ്പൊ വെച്ച് പിടിച്ചതോ? വെച്ച് പിടിച്ചത് ഈ സൈക്കിളല്ലേ. അപ്പൊ അടിച്ചോണ്ട് പോയതോ? അടിച്ചോണ്ട് പോയത് ഇതിലോ അതിലോ. എനിക്ക് സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ വേണ്ട. കുരുവി കൂട്ടുന്ന കടുവേര മുമ്പിലാണല്ലോ ദൈവമേ വന്ന് പെട്ടത്. നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. ഹലോ ഹലോ ഹലോ. പറയൂ. അതെ, ഭാരതി, കുരുവി ഭാരതി. അയ്യോ, അത് തന്നെ, പഞ്ചായത്ത് മെമ്പർ കുരുവി പെങ്ങൾ. എന്താ? മണല് ജോസാണോ? എന്താ? മണല് വണ്ടി പിടിച്ചെന്നോ? നന്നായി മോനെ, നന്നായി. എടാ മോനെ ജോസേ, എന്റെ ആൾക്കാർ ഇവിടെ പണിയില്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണല് വാരി വിൽക്കരുത്. എന്താ? ഇല്ല, ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. നീ അനുഭവിച്ചോടാ മോനെ. എന്തോ? ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. എന്തോ? ശരി, കാണാം. ഡ്രൈവർ, വണ്ടി എടുക്ക.
എന്താ പറ്റിയേ? വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലെന്നേ. അത് എന്നെ ചോദിച്ചത് എന്താ പറ്റിയേന്ന്. ഭീകരമായ ലോഡല്ല കയറിയിരിക്കണേ, അതുകൊണ്ടാ. എടാ മോനെ രാജു, വേണ്ട, നീ കേറ്, ഞാനൊന്ന് നോക്കട്ടെ. എന്താകുമോ എന്തോ. എന്താ ഈ കാട്ടണേ? ഹോ. ആ പോട്ടെ, പോകല്ലേ. പോടാ. ഈ പോക്ക് എന്താവോ എന്തോ. ആ കുട്ടിയാടം പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി. അയ്യോ, കുട്ടാടം പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോവാൻ പറ്റൂല. കോലോത്തെ തമ്പ്രാന്റെ കൊയ്ത്തു കഴിച്ചില്ലേ, കോലോത്തെ തമ്പ്രാൻ തല്ലോടി. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ? അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത്. നമുക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. മണ്ണിന്റെ മണമുള്ള പണി. നമുക്ക് നമ്മുടെ നാടാ വലുത്. അത് കരയ്ക്ക് മുത്തപ്പ. ആ നോക്കിക്കോ, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയും വരാൻ പോകുന്നില്ല. ആ കോളനി കൂടെ റോഡും വെട്ടാൻ പോകുന്നില്ല. ഉറപ്പാണോ മുത്തപ്പ? ആ എനിക്ക് ഉറപ്പാ. പക്ഷെ ഇന്ന് ആ പ്രസിഡന്റ് ചെയ്ത് തീരെ ശരിയായില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രതികരിക്കണം, എന്താ പ്രതികരിക്കണം. നീയൊക്കെ പ്രതികരിച്ചോ? എനിക്ക് അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇതെന്താടി? ഇതെവിടെ കിടന്ന് അടിക്കണ? നിന്റെ ഫോൺ അടിക്കണേ. എന്റെ അല്ല ചേട്ടന്റെ. എന്റെ അല്ല, എന്റെ ഞാൻ ചെയ്തിരിക്കുക. ഉറപ്പായിട്ട് ചേട്ടനെ. നിന്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടേക്ക. അപ്പൊ എനിക്കുള്ളായിരിക്കും. നിക്കറിന്റെ പോക്കറ്റ് കിടക്കുമ്പോ റേഞ്ച് അങ്ങ് കേറും. ഹലോ, ആരാ? ഹലോ, രാജ്മോനുണ്ടോ? അല്ല, ഇത് സുബ്രമോനാ. ആരാ? ഒരു പീസ. ഹലോ, രാജുമോനുണ്ടോന്ന്? രാജുമോൻ തന്നെ വേണോ? സുബ്രമോൻ പോരെ? അനാവശ്യം പറയുന്നു. ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ചേച്ചി ഏതാ? ഞാനൊരു ഉമ്മ തരട്ടെ. ഉമ്മ നിന്റെ അച്ഛൻ കണ്ടാണിശ്ശേരി വേലായുധന് കൊണ്ടേ കൊടുക്കണം. ഇതെത്തിരി പഴയതാ. എന്റെ അച്ഛനെ അറിയാല്ലേ? എന്റെ അച്ഛന്റെ സെറ്റപ്പാ. കള്ള ചിറ്റമ്മ എവിടെയുള്ളതാ? കഴിവരുടെ മോനെ, ഇത് ഞാനടാ, കുരുവി ഭാരതി. കൊടുക്കാം. ഹായ് ഡാർലിംഗ്, ഞാനാ നിന്റെ രാജുമോൻ. എന്റെ രാജുവേട്ടാ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ, എന്താ വരാത്തെ? സോറിടാ, ഞാൻ ആ പൂതിനയുടെ ഡ്രൈവറല്ലേ. ഓ, ആ പെരുമ്പണ്ടാരത്തിന് ചുമ നടന്ന് ഞാൻ മടുത്തുടാ. കുരുവല്ല വിള്, എരുമയാണ്, എരുമ. നിന്റെ മറ്റുള്ളടാ എരുമ, ഞാൻ ഭാരതിയാ സംസാരിക്കുന്നേ. എന്തടാ? എന്റെ പണി പോയടാ. എനിക്ക് പണി കൂടി. ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് കളക്ടറെ കാണാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാ ഇവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ. 2 മാസമായിട്ട് കാശുമില്ല, പണിയില്ല എന്റെ മെമ്പറെ. മണല് വാരിയ പുഴ നശിക്കുന്നു പറഞ്ഞല്ലേ കളക്ടർ ഓർഡർ തരാത്തത്? എന്നിട്ട് കഴിവുള്ളവരും കാശുള്ളവരും മണൽ വാരുന്നില്ലേ? നല്ല വിലക്ക് വിൽക്കണുണ്ട്. കളക്ടർ കാല് പിടിച്ചെങ്കിലും മണൽ വാരാനുള്ള ഓർഡർ ഒന്ന് പാസ്സാക്കണം മെമ്പറെ. എനിക്കറിയാം കുമാര, ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ, ആൾ ഇത്തിരി തരികടയാ. ഞാൻ നടക്കട്ടെ ചേച്ചി. അറ്റുമ്മാണം മേലെ ഉണ്ണിയാർച്ച. മേലെ ഉണ്ണിയാർച്ച ഉണുങ്കാഴിഞ്ഞോ റക്കമായി. അറ്റുമ്മാന മേലെ ഉണ്ണിയാർച്ച വെള്ളമാടി ചങ്ങൂറക്കമായേ. എന്താ മോളെ? ഇതെന്താ ഇത്? നല്ല ഒന്നാന്തരം മുന്തിരിക്കള്ള്. ഇപ്പൊ ചെത്തി ഇറക്കിയുള്ളോ? കുഞ്ഞിന് ഇത്തിരി വേണം. ഇതെല്ലാം കൂടെ എടുത്ത് തലയിലേക്ക് ഒഴിക്കും ഞാൻ. അപ്പൊ കള്ളാഭിഷേകമല്ലേ? അയ്യടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ ഈ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. എന്താ മോളെ ഇത്? മോക്കറിഞ്ഞൂടെ ഇത് മുത്തച്ഛന്റെ മരുന്നാന്നുള്ളത്? നല്ല മരുന്നും കൂട്ടിന് പറ്റിയ ഡോക്ടറും. ഇന്നലെ ചില്ലേലിക്കാവില് മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര കയ്യാല് കഴപ്പ്, നടുവേദന. അതിന് ഇന്നലെ മുടിയാട്ടത്തിന് കാളിയേറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ പിന്നെ ഇല്ലടോ. എന്റെ മോളോട് മുത്തച്ഛൻ കള്ളം പറയോ? ഊടോ വേലു. അന്തോണി ചേട്ടന്റെ പറമ്പില് ചെത്തണ കൊന്ന തെങ്ങാണ് സത്യം. ഇല്ല, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ മുടിയാടാൻ കൊണ്ടുപോകാത്തെ. ആ പാറത്താളിക്കൊപ്പം കിടക്കുന്നതിനും ഭേദം
മുത്തച്ഛന്റെ കൂടെ മുടിയാട്ടത്തിന് വന്നത്. നീ ഒന്നുകൂടെ വലുതാകട്ടെ എന്നിട്ട് കൊണ്ടുപോവാം ഇല്ലടോ. ആ. മുത്തച്ഛ ഒരു ഗ്ലാസ് ഇവിടെ. പോ. എടോ വേലു, തനിക്കറിയോ? ആ എന്തോ അറിയാം. എടോ എന്റെ മോള് ചന്ദ്രിക, ഇവളുടെ അമ്മ. അവള് മരിക്കുമ്പോ ഇവക്ക് 8 വയസ്സാ. ഇവളുടെ കൈ പിടിച്ച് എന്റെ തന്നിട്ട് മതി മതി മതി. ഇത് ഞാനും ഈ നാട്ടുകാരും കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. എന്നെ വളർത്തിയത് മുത്തച്ഛനാണ്. എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കാണ്. ഇതൊക്കെയല്ലേ ഉള്ളൂ പറയാൻ. കുടിച്ചോ? ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു മുത്തച്ഛൻ. അല്ല, ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ? ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ കുടിക്കുന്നു, ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു. എന്റെ ഒരു തലയിലെഴുത്ത്. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? അയ്യോ, തയ്ച്ച ബ്ലൗസേ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. അതൊന്നും സാരില്ല. ഞങ്ങൾക്ക് സുഭദ്രാമടയെന്ന് എണ്ണ വാങ്ങി തരണം. എന്നിട്ട് വേണം ഈ മുടിയൊന്ന് വലുതായി കിട്ടെ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ പോലോ. പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും. ഓക്കേ. മുത്തശ്ശ പോയിട്ട് വരാം. ഞാനുണ്ട്. എനിക്ക് സുന്ദരാമെന്ന് കാണണം. ഈ കുന്തത്തെ ഒന്ന് കേറണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. വേഗം വാ. ഇന്ത്യ പാകിസ്ഥാൻ സാറേ. ഉടമ്പടി. എന്താ? കൈതപ്പാടം കോളനിന്ന് വരിക. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ആരുടെ മോനടാ? മരിച്ചുപോയ കളരിക്കൽ അയ്യപ്പന്റെ മകൻ കുമാരൻ. അതുകൊണ്ട് അല്ല, അത് ജോലി വലുതായോ? ഇല്ല. എടാ കുമാര, ഗവൺമെന്റിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റും ജനങ്ങളും തോളോട് തോൾ ചേർന്ന് വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും നിന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് കൈതപ്പാടത്തിൽ കമ്പനി പണിയാൻ ശ്രീ കോഴശ്ശേരി തങ്കപ്പൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഞാൻ അനുവാദം കൊടുത്തുള്ള, അറിയാവോ? അതും അമേരിക്കൻ കമ്പനിക്ക്. അതിനായി കമ്പനിയിലേക്ക് റോഡ് വേണ്ടേ? നല്ല വീതിയുള്ള റോഡ് വേണം. നിങ്ങൾ കോളനിക്കാരുടെ കുറെ അധികം വീടുകൾ പോകും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താണ് ഉയർന്നു വരാൻ പോണത്? അമേരിക്കൻ കമ്പനി. വീടിന്റെ ഭാഗവും അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും മാത്രം ഒഴിവാക്കി തന്നാ മതി. നീ എന്ത് മണ്ടനാടാ, മണ്ട. എടാ, റോഡിന്റെ പ്ലാൻ പ്രകാരം അത് ശരിയാവില്ലല്ലോ. അതുമല്ല, റോഡിൽ നിന്നും മിനിമം 2 മീറ്റർ വീതിയിലെ വീട് പാടുള്ളൂ. ആ നിയമം നിനക്കറിയാവോടാ? പ്രസിഡന്റിന് ദയവുണ്ടാവണം. ഇറങ്ങിപ്പോവാൻ വേറെ ഇടവില്ലഞ്ഞിട്ടാ. അതുകൊണ്ട് എടാ, ആ സ്ഥലം പുറമ്പോക്ക. പഞ്ചായത്ത് രേഖകളിൽ നിങ്ങൾ അവിടെ ഇല്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നീ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്നോട് മലയാളത്തിലല്ല പറഞ്ഞത്, ഇനിയിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നോ? ദിസ് പഞ്ചായത്ത് വിൽ ബി ഡ്യൂറിംഗ് ദി ബിഗിൻസ്. പറ്റില്ലാന്ന്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും കയറി വരണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രസിഡന്റ് സാറേ, അതാരാ? എന്തേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? സാറിന് എത്ര രൂപ വേണം? പയ്യെ പറ. കുമാരന്റെ വീടും അവന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലവും ഒഴിവാക്കി കിട്ടാൻ എത്ര രൂപ വേണം സാറിന്? അല്ല, അത് താനാരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. അതെയോ? പറഞ്ഞോ. പ്രസിഡന്റിന്റെ വികസനത്തിനും മൊത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മറ്റ് സെറ്റപ്പുകളുടെയും വികസനത്തിനുള്ള ചേർത്ത് പറഞ്ഞു. എത്ര കിട്ടും? 25,000, ഏയ് 30,000, 50,000, 50,000 രൂപ ഞാൻ തന്നിരിക്കും. പേടിക്കണ്ട. കച്ചവടം പറഞ്ഞ വാക്കുറപ്പിച്ച ഞാനത് ചെയ്തിരിക്കും. അതൊരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടുമോ? 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, വീട് പോകും, റോഡ് വരും. ആ, കിട്ടും. അതെയോ? അപ്പൊ വീട് പോകും, റോഡ് വരില്ല. ഓക്കെ. പണം ഉണ്ടാക്കുക എന്ന ഒറ്റ വഴിയേ നിനക്കിനേ ഉള്ളൂ. എവിടുന്ന് ഉണ്ടാക്കാനാ ദാസേട്ടാ ഇത്രയും പണം? എടാ കുമാര, ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളായിട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കടമേറെയുണ്ട്, സ്ഥിരം പണിയില്ല, പിന്നെ വത്സലയുടെ കാര്യം. ഇതിനെല്ലാം പണമാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ദാസേട്ടാ? നീ എൻ്റെ കൂടെ വാ. അത്യാവശ്യത്തിന് പണം കിട്ടുന്ന ജോലികൾ എൻ്റെ അടുത്തുണ്ട്. പണം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വരാൻ ദാസേട്ടാ, ഞാൻ തീരുമാനിച്ചു. എടാ, സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാ നമ്മൾ. നമുക്ക് വേണ്ടി പറയാൻ രാഷ്ട്രീയക്കാരില്ല, ഭരണകൂടവും നമ്മുടെ കരച്ചിൽ കേൾക്കില്ല. ഇനി അഥവാ കേട്ടാലും അവരും മൈൻഡ് ചെയ്യില്ല. എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ.
എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഇത്രയും പണം? ദാസേട്ടൻ കുറെ നാളായി ടൗണിൽ ജോലിക്ക് നിർബന്ധിക്കണു. ഞാൻ പോയാലോ അമ്മേ? പക്ഷെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റൂ. കുമാരേട്ടൻ പോണം. ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ അമ്മയ്ക്ക് വിഷമം കൂട്ടാൻ. അതെ അമ്മേ, ഞാൻ പോവും. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന്? അതൊക്കെ ഏട്ടന് പറ്റും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. ചിലപ്പോ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും അമ്മേ. അതെ. ഹാ, എന്താണ് നിന്റെ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യ്. വേറെ ഒരു മാർഗവും ഇല്ലമ്മേ. രണ്ട് വിശേഷാൽ പൂജകള്. ആർക്കാ? മകനാ കുമാരന് നാളെ മകീരം, ഒരു ശത്രു സംഹാരം, ഒരു അഭിഷേകം. ആയിക്കോട്ടെ. അമ്മേ കാത്തിരക്ഷിക്കണേ. എന്താ വിശേഷം അയാൾക്ക്? ജോലി കിട്ടി. ഓ നന്നായി. എവിടെയാ? കുറച്ച് അകലെയാ, ടൗണിലാ. ഇന്ന് പോണം. എല്ലാം മംഗളായി വരും. പിന്നെ ഒരു ചരട് ജപിച്ച് തരണം തിരുമേനി. ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ. എനിക്കറിയാലോ കാര്യങ്ങള്. എത്രന്റെയാ? ഒരു 101 മന്ത്രത്തിന്റെ. ഇന്ന് തരാവില്ല കേട്ടോ. 7 നാളെങ്കിലും ഇരിക്കണ്ടേ? ഓ ഹായ്, വിഷമിക്കണ്ട, എല്ലാം ദേവി കാത്തോളും. ഉം. ഏട്ടാ, മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? തോർത്തുകൊണ്ട് എടുത്തു വെച്ചോ? പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ധാവണി വാങ്ങി തരണം. വാങ്ങിത്തരാലോ. 2ാം മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു 1/2 പവന്റെ മാല. അപ്പൊ അമ്മയ്ക്കോ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് മാല വേണ്ട, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം. 2-3 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോ ഞാനത് മുറിച്ച് ധാവണി ആയിക്കോളാം. എന്താ? അല്ല കുട്ട, ഇത്ര വേഗം റെഡിയായോ? ഉപമേ, പോവാൻ സമയായി. കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത്. ഇതൊക്കെ നിനക്കറിയാം. എന്നാലും എന്താ എന്താ കുട്ട ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ. ആ, വാ, ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. ദേവി, എന്റെ കുട്ടനെ കാത്തു രക്ഷിക്കണേ. അമ്മേ, എന്റെ പൊന്നുമോനെ. എന്താ കുട്ടായത്? അമ്മേ, ധൈര്യമായിട്ട് പോയി വാ. പോയിട്ട് വരാം മുത്തപ്പ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് ധരിച്ചാൽ മതി. ദേവിയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം. ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തരും. പോവാം. എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണേ. ഇവിടെ വിട്ട് അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല. ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലമ്മേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ, കേറ്. ഞാനിന്ന് വീട്ടിലേക്ക് വരാം. എന്തിനാ? ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഉം. അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം. അത്രയ്ക്ക് തിരക്ക് വേണ്ട. ആദ്യം വീടിന്റെ കാര്യമൊക്കെ ശരിയാവട്ടെ. പിന്നെ ചന്ദ്രേട്ടന് സ്ഥിരമായിട്ടൊരു പണിയും. ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ? ചന്ദ്രേട്ടന് ഒരു ഓട്ടോ വാങ്ങിച്ചാലെന്താ? ലോൺ എടുത്ത്. എനിക്കെന്നും പണിയുണ്ട്. ഞാൻ നിന്റെ ഏട്ടനെ പോലെയല്ല, ഏത് പണിയായാലും ചെയ്യും. അങ്ങനെ എന്റെ ഏട്ടനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഏട്ടൻ വലിയ കാശുകാരനാവും. നല്ല ജോലിയാന്നാ കേട്ടത്. പിന്നെ എന്നെ ഇങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാവോ? ചിലപ്പോ ടൗണിൽ നല്ല ആമ്പിള്ളേരെ ഒത്തു വന്നാ എന്നെ കെട്ടിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിടാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല.